ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സ്കെച്ചപ്പിൻ്റെ കട്ടിംഗ് ലിസ്റ്റ് എങ്ങനെ എടുക്കണമെന്ന് ഒരു പ്ലഗിൻ വഴി കാണിച്ചായിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുപോലെ ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ എങ്ങനെ കട്ടിംഗ് ലിസ്റ്റ് എടുക്കാമെന്ന് പറയാൻ പോണേ. അപ്പോൾ നമുക്ക് അതിനെ ക്യാബിനറ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതുപോലത്തെ ഒരു സാധനം, ഇതിപ്പോൾ നമുക്ക് എത്ര നീളമുണ്ട് നോക്കട്ടെ. ഉണ്ടോ, ഒരു 53.6, അതിനകത്ത് 50 വിഡ്ത്ത് വരും. പുറത്ത് ഈ ഒരു വീതി എന്ന് പറഞ്ഞാൽ 45. ഇതിൻ്റെ പൊക്കം എത്രയുണ്ട്? മൊത്തം 60. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാബിനറ്റ് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സ്കർട്ടിങ് ഞാൻ മാറ്റാം. ഈ ഒരു സാധനത്തിന് ഞാനിവിടെ കട്ടിംഗ് ലിസ്റ്റ് ജനറേറ്റ് പാർട്ട് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വന്നു. കണ്ടോ, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. അതായത് കണ്ട ബോട്ടം പാനൽ പാർട്ടീഷൻ, ഹൊറിസോണ്ടൽ പാർട്ടീഷൻ, അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ എഡ്ജ് ബാർ അടിച്ചായിട്ടുള്ള വിഡ്ത്ത്, ബാക്കിയുള്ള പാനൽ ടോപ്പ് പാനൽ മൾട്ടിവുഡിൻ്റെ ആണ്, ബാക്ക് പാനൽ മൾട്ടിവുഡിൻ്റെ ആണ് എന്നൊക്കെ ഉള്ളത്. വൺ സൈഡ് വുഡുള്ള, ഒരു സൈഡ് വുഡിൽ ഇതിനെ ഒട്ടിച്ചിട്ടുള്ള സൈഡ് പാനലുകൾ, എഡ്ജ് പാനിൻ്റെയൊക്കെ ലെങ്ത്ത് എത്ര, 2 തരം എഡ്ജ് പാൻ ഉണ്ട്, അത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം, PDF ആക്കി ഇത് അതിന് നേരെ എടുക്കാം. അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു എക്സൽ ഷീറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സൽ ഷീറ്റ് കിട്ടും എന്നുള്ളത് അറിയാം. പിന്നെ ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്താ പറയുക, മിനി ഫിക്സ് ചെയ്യാൻ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഫോട്ടോയും കൊടുക്കാം. കണ്ടോ, ഈ ഭാഗത്തിനൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിലേക്ക് എത്താം, അതെങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മൾ ആദ്യമായിട്ട് ഒരു റെക്റ്റാങ്കിൾ നമുക്ക് സൈഡ് പാനൽ നമുക്ക് ആദ്യം വരയ്ക്കാം. സൈഡ് പാനൽ പിന്നെ സൈസ് നമ്മൾ എത്ര പറയുന്നത്, ഒരു 45 ഡെപ്തും വേണം, 60 പൊക്കം വേണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 45 ഡെപ്ത്, അപ്പോൾ 45,60 എന്ന് ടൈപ്പ് ചെയ്യുന്നു. കണ്ടോ, സാധനം വന്നു. ഇത് ഞാനൊരു 1.8 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ പുള്ളി ചെയ്യുന്നു. കാരണം നമ്മുടെ പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ 16 mm പ്ലൈവുഡ്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു ലാമിനേറ്റ്, മറ്റേ സൈഡിൽ വേറൊരു ലാമിനേറ്റ്, ചിലപ്പോൾ സെയിം ലാമിനേറ്റൊക്കെ ഒട്ടിക്കും. ഇപ്പോൾ ഈ ലാമിനേറ്റൊക്കെ 1 mm ആണ്. അപ്പോൾ ഇവിടെ 1 mm ഇപ്പുറം 1 mm കൂടി കഴിഞ്ഞാൽ ഈ 16 mm പ്ലൈവുഡ് എന്തായി 18 mm ആയി മാറി. നമ്മളിതിനെ സൈഡ് പാനൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുന്നു, മേക്ക് കമ്പോണൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഞാൻ എന്ത് പറയുക, ഇതിനൊരു ക്യാബിനറ്റ് എന്ന് വിളിക്കാം നമുക്ക്. അപ്പോൾ ക്യാബിനറ്റ് സൈഡ് പാനൽ 1 എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലൊരു പാനൽ ഇപ്പുറം വേണം. അപ്പോൾ ഒരു 50 മാറി അകത്തൊരു 50 വീതി വേണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കോർണർ പിക്ക് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, കോപ്പി എടുക്കുന്നു, 50 ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇതിനകത്തൊരു 50 വീതിയായി ഇപ്പോൾ. എന്നിട്ട് ഞാൻ ഇത് ഓൾറെഡി കമ്പോണൻ്റാണ്, പക്ഷേ ഇതിൻ്റെ പേരും സൈഡ് പാനൽ 1 എന്നാണ്. പക്ഷേ ഇത് ഓൾറെഡി സൈഡ് പാനൽ 1 ഇപ്പുറം ഇരിക്കുന്ന സൈഡ് പാനൽ 2 ആയിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ആദ്യം ഒന്നും കൂടി കമ്പോണൻ്റ് ആക്കുക. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ടൈപ്പ് ചെയ്യുന്നു, ക്യാബിനറ്റ് സൈഡ് പാനൽ 2 എന്ന് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ അത് വേറെ ആയി. ഇനി എന്താ വേണ്ടേ, നമുക്കൊരു ടോപ്പ് പാനലുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നീളം എത്രയാണ്, 45. വീതി, ഇതിൻ്റെ തിക്നെസ് 1.8 ആണല്ലോ, 1.8,45 കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അതിനെ പുള്ളി ചെയ്യുന്ന ഇങ്ങനെ എടുക്കുന്നു, ഇവിടെ കൊണ്ട് വയ്ക്കും. ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, മിക്കാൻ പോകണം. എന്നിട്ട് ഞാൻ കൊടുക്കുന്നു ക്യാബിനറ്റ് ടോപ്പ് പാനൽ. കമ്പോണൻ്റ് ആക്കാൻ മറക്കരുത്, കമ്പോണൻ്റ് ആക്കിയാലാണ് നമ്മുടെ ഈ പ്ലഗിൻ ഡിറ്റക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി ഇതുപോലൊരു താഴെയുള്ളൊരു പാനൽ, ഞാനിപ്പോൾ താഴെ നിന്നൊരു 10.5 സെൻറ്റിമീറ്റർ പൊങ്ങിയായിരിക്കും എപ്പോഴും നമ്മുടെ ബോട്ടം പാനലിരിക്കുക. 10.5 ലൈനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ 10.5 മേലെ ആയിട്ട് ഇങ്ങനെ ഒരു സാധനം വരയ്ക്കാം. ഇതും എത്രയാണ്, 1.8,45 അല്ല, പുറത്തേക്ക് പോയല്ലേ. ഓക്കെ, നമുക്കിവിടെ നിന്ന് ഇത് ഒന്ന് മാറിയിരിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നും കൂടി പുതിയൊരു 10.5 എടുക്കാം. ഞാനിവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 10.5 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ കിട്ടിയല്ലോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഈ ഒരു പോയിൻ്റിൽ നിന്ന് എടുക്കുക, എന്നിട്ട് 1.8,45 വന്നല്ലോ. ഇതിനെയും പുള്ളി ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, മേക്ക് കമ്പോണൻ്റ് കൊടുത്തിട്ട് ക്യാബിനറ്റ് ബോട്ടം പാനൽ. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുമായി ഇനി എന്താ വേണ്ടത്, ഒരു ബാക്ക് പാനൽ വേണം.
ബാക്ക് പാനൽ എപ്പോഴും ഒരു 2 സെൻറ്റിമീറ്റർ അകത്തേക്ക് കയറിയിരിക്കും. അതുമല്ല ഈ ഒരു പീസിൻ്റെ അകത്തേക്ക് ഒരു പകുതി ഡിസ്റ്റൻസ് കയറിയിരിക്കും. അതുമാത്രമല്ല ഇതേപോലെ 18 mm ആയിരിക്കത്തില്ല, 9 mm ആയിരിക്കും ബാക്ക് പാനൽ. അതായത് 8 mm ബാക്ക് പാനലിൻ്റെ ഒരു സൈഡിൽ, അതായത് നമ്മൾ കാണുന്ന സൈഡിൽ ലാമിനേറ്റ് ഒട്ടിക്കും. അപ്പോൾ 9 mm ആവും. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, ഈ ബാക്ക് പാനൽ. എന്നിട്ട് അതിനെ അകത്തുനിന്ന് നമുക്ക് നേരെ പുള്ളി ചെയ്യുക. എത്രയാ വേണ്ടേ? 9 mm അല്ലേ? അപ്പോൾ 0.9 കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. അതിന് ഞാനെന്ന് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് മെയ്ക്ക് കമ്പോണൻ്റ് ആക്കിയിട്ട് ഞാൻ എഴുതുന്നു ക്യാബിനറ്റ് ബാക്ക് പാനൽ. ഓക്കെ, അതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് ഞാനൊരു അകത്തേക്ക് കയറിയിരിക്കണം എന്നുള്ളത്, അതുകൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് ഞാനൊരു 0.9 കൊടുക്കുന്നു. അതുപോലെ ഇപ്പുറത്തുനിന്നും ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് 0.9 കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ എന്തായി? ബാക്ക് പാനൽ റെഡി. ഇനി അകത്തേക്ക് 2 സെൻറ്റി കയറിയിരിക്കണം എന്നുണ്ട്. അപ്പോൾ അതിന് ഞാനൊന്നും കൂടി ഇവിടെ പിക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിൻ്റ് പിക്ക് ചെയ്ത് ഇങ്ങനെ ഈ ആക്സിസിൽ നിൽക്കുക, 2 ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, കേട്ടോ, അകത്തേക്ക് കയറിയിരിക്കും. ഓക്കെ, തൽക്കാലം നമുക്കൊരു ഹൊറിസോണ്ടൽ പാർട്ടീഷൻ കൂടി കൊടുക്കാം തൽക്കാലം. ഇവിടെ ഒരു മിഡ് പോയിൻ്റ് ഉണ്ടാവുമല്ലോ, മിഡ് പോയിൻ്റ് ഞാൻ ഇങ്ങനെ ഒരു പാർട്ടീഷൻ എടുക്കുവാണ്. അതിന് ഞാൻ 1.8 ഈ ഹൈറ്റ് എത്രയാണ് നമുക്കറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ഹൈറ്റ് അളക്കട്ടെ. അത് 45.9. ഓക്കെ, ഞാൻ അവിടെ നിന്ന് ഒരു റെക്ടാങ്കിൾ മിഡ് പോയിൻ്റിൽ നിന്ന് എടുക്കാം. നമുക്ക് നീക്കി വയ്ക്കാം. പിന്നെ എടുത്തിട്ട് 1.8, 45.9 ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെയും ഞാൻ പുള്ളി ചെയ്ത് നേരെ അപ്പുറത്തേക്ക് അങ്ങോട്ട് വിട്ടിരിക്കട്ടെ. എന്നിട്ട് ഇതിനൊന്ന് സെൻറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇതിന് കമ്പോണൻ്റ് ആക്കാം. മേക്ക് കമ്പോണൻ്റ്. എന്നിട്ട് ഞാൻ പറയുന്നത് ക്യാബിനറ്റ് പാർട്ടീഷൻ എന്ന് കൊടുക്കാം. ഇത്ര മതി. ഓക്കെ, ഇതിനെ മൂവ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് ഓൾറെഡി ഇതിൻ്റെ സൈസാണ് നമുക്ക് ആകെ ആവശ്യമുള്ളൂ. ഇത് എവിടെ ഇരിക്കണം എന്നുള്ളത് പ്രശ്നമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പ്ലക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടൊരു 0.9 കൊടുത്താൽ മതി, അതങ്ങ് സെൻറ്റർ ആയിക്കോളും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ എത്തിക്കഴിയുമ്പോൾ 24.1 ആണ്, 48.2 ആണ്, കറക്റ്റ് പകുതി വന്നു. ഓക്കെ, അപ്പോൾ പരിപാടി റെഡി. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇതെല്ലാം കമ്പോണൻ്റാണ്, എല്ലാം വേറെ വേറെ കമ്പോണൻ്റ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും ഈ കളറിലല്ലോ, അപ്പോൾ കളറൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മുടെ പ്ലഗിനിൽ പോവാം. പ്ലഗിനിൽ പോയിട്ട് ഇതൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ, നമ്മളിപ്പോൾ എടുത്തത് കൊണ്ടാണ് അത് കാണുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഞാൻ നമ്മുടെ പ്ലഗിനിൽ പോയിട്ട് എനിക്ക് മെറ്റീരിയൽസ് വേണം. അപ്പം ഞാൻ ഇവിടെ മെറ്റീരിയൽസിൽ പോകുന്നു. എന്നിട്ട് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കുന്നു ന്യൂ മെറ്റീരിയൽ എന്ന് തന്നെ പേര് കൊടുക്കുക. പിന്നെ ടോപ്പ് പാനലുണ്ടല്ലോ, ടോപ്പ് പാനൽ എന്താണ്? മൾട്ടിവുഡ് ആണെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡൊക്കെ. ഞാനൊക്കെ ഒന്ന് കളയാം. ഇതെല്ലാം ഞാനൊന്ന് റിമൂവ് ചെയ്യാം. ഒരു എഡ്ജ് ബാൻഡുകളൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ റിമൂവ് ചെയ്യാം. റിമൂവ് ഇല്ല, പോട്ടെ. എന്താ ഉള്ള 1 സൈഡ് വുഡ്, അതും വേണ്ട. ഇവിടെ ഉണ്ട് വേറെ എണ്ണം, അതും വേണ്ട. വേറെ ഉണ്ടാവുള്ള മൾട്ടിവുഡ്. ഓക്കെ, റിമൂവ് ചെയ്തു. ഞാൻ എല്ലാം റിമൂവ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഈ കിടക്കണമെന്ന് നോക്കാൻ കേട്ടോ, അതൊക്കെ നമ്മുടെ സ്കെച്ചപ്പ് ഓപ്പൺ ആക്കുമ്പോൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന മെറ്റീരിയൽസ് ഇങ്ങനെ കാണിക്കുന്നതാണ്, വലിയ കാര്യമില്ല. അതായത് ഇവിടെ നമ്മുടെ ഒരാൾ നിൽപ്പുണ്ടാവുമല്ലോ ഒരു ആക്സിസിൽ, ആ പുള്ളിക്കാരിയുടെ എന്താ പറയുക കളേഴ്സാണ് ഇവിടെ വരുന്നത്. മൈൻഡ് ചെയ്യണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിമൂവ് ചെയ്യാം. പക്ഷെ തൽക്കാലം നമുക്ക് ന്യൂ മെറ്റീരിയൽ കൊടുത്തിട്ട് ഞാൻ പറയണം ആദ്യം മൾട്ടിവുഡ് 1.8 സെൻറ്റിമീറ്റർ തിക്നെസ്സിൻ്റെ 1.8. അതിന് ഞാൻ പറയണേ എനിക്കൊരു എന്താ പറയുക ഒരു പച്ച കളർ വേണം. എനിക്കിഷ്ടമുള്ള കളറൊന്ന് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പച്ച ഇരിക്കട്ടെ. എന്നിട്ട് ഇവിടെ ടൈപ്പിൽ ഷീറ്റ് ഗുഡ്സ് ഇത് കൊടുക്കാൻ മറക്കരുത്. ഇത് കൊടുത്താലേ നമുക്ക് കട്ടിങ് ലിസ്റ്റിലേക്ക് വരുള്ളൂ. ഷീറ്റ് ഗുഡ്സ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് കൊടുക്കുക. തിക്നെസ് എത്രയാണ്? 18. ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയതല്ലേ. നമ്മൾ വേറെ തിക്നെസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ചെയ്യില്ല ആ പീസ്, അങ്ങനെ പ്രശ്നം വരും. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പീസിൻ്റെ തിക്നെസ് 18ഉം നമ്മളിവിടെ കൊടുക്കുന്ന തിക്നെസ് വല്ല 19, 17 ഒക്കെ ആണെങ്കിൽ അതിൽ കാണിക്കും ലെങ്ത്ത് ഡിഫൈൻഡ് അല്ല തിക്നെസ് ഡിഫൈൻഡ് അല്ല എന്ന് കാണിക്കും. അപ്പോൾ അത് നോക്കുക. ഇനി ഇത് സ്റ്റാൻഡേർഡ് സൈസ്, അതായത് നമ്മൾ ഈ പ്ലൈവുഡ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു വലിയൊരു പീസിൽ നിന്നായിരിക്കും.
വലിയ സ്റ്റോക്ക് പീസ് എന്ന് പറയും. ഈ പീസിന് സൈസ് ഉണ്ട് സ്റ്റാൻഡേർഡ്. അത് 240 സെൻറ്റിമീറ്റർ, അതായത് 2400 mm ബൈ 1200 mm എന്നാണ് നമ്മൾ കാണാം. അപ്പോൾ അത് കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ കുറേ പ്രീസെറ്റായി കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ കളഞ്ഞിട്ട് ഒന്നും കൂടി ആഡ് ചെയ്ത് കാണിച്ചു തരാം. മൾട്ടിവുഡ് എല്ലാം പോട്ടെ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രീസെറ്റ്. എന്നിട്ട് ഞാൻ പറയുന്നു മൾട്ടിവുഡ് 1.8. ഓക്കെ, അപ്ലൈ ക്രിയേറ്റ് ചെയ്യും. കാരണം എനിക്ക് ഇപ്പോൾ ഓൺലൈൻ പ്ലഗിൻ ഓപ്പൺ ആക്കിയ ഈ സാധനം പ്രീസെറ്റ് കിടപ്പുണ്ടാവും, അതിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ആയാലും ഇനി എന്താ വേണ്ടേ, നമ്മുടെ ടോപ്പ് പാനൽ മൾട്ടിവുഡ് നമ്മൾ കൊടുത്തു. ഇത് നോക്കണ്ട, ഇത് ടോപ്പ് പാനൽ മൾട്ടിവുഡ്. ഇനി എനിക്ക് വേണ്ടത് എന്താ, 2 സൈഡ് പാനലുണ്ട്. ഓക്കെ, 2 സൈഡ് പാനലുണ്ട്, ഒരു ബോട്ടം പാനലുണ്ട്, ഒരു ബാക്ക് പാനലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പീസ് വേണം. നമ്മൾ കൊടുക്കുന്നു. ഞാൻ പറയുകയാണ് ടോപ്പ് പാനൽ മൾട്ടിവുഡ്, 2 സൈഡ് പാനൽ, അതുപോലെ തന്നെ ബോട്ടം 2 സൈഡ് പാനൽ എനിക്ക് വുഡ് വേണം. അതായത് പുറത്തുനിന്ന് നോക്കിയാൽ വുഡ് കാണുന്ന സാധനം. അപ്പോൾ അത് വേറെ ഷീറ്റിലേക്ക് പോകും. ബോട്ടം പാനലും ഈ പാർട്ടീഷനും ഒരേ സാധനത്തിൽ കട്ട് ചെയ്തെടുക്കാം, ഒരേ ഷീറ്റ്. അതായത് ലിനൻ ഒട്ടിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് പാനൽ വേറെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മെറ്റീരിയൽ, ഇത് രണ്ടും ഒരു മെറ്റീരിയൽ, ഈ രണ്ടും ഒരു മെറ്റീരിയൽ, പുറകിലത്തെ ബാക്ക് പാനൽ വേറെ മെറ്റീരിയൽ. ഓക്കെ, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറയുകയാണ് 1 സൈഡ് വുഡ് ആൻഡ് ലിനൻ വരുന്ന ആ ഒരു മെറ്റീരിയലാണ് അടുത്തത് വേണ്ടത്. ഞാൻ അതിന് കളർ ഞാൻ റെഡ് കൊടുക്കുന്നു. ഇവിടെ ഷീറ്റ് ഗുഡ്സ് എടുക്കാൻ മറക്കരുത്. സെയിം പരിപാടി, 18 mm തിക്നെസ് ആയതുകൊണ്ട് അതിന് 18 എന്ന് കൊടുക്കുന്ന. ഇവിടെ അതിൻ്റെ സൈസ് ഞാൻ കൊടുക്കുന്നു 2400 mm x 1200 mm. ഓക്കെ, ഞാൻ അതിൻ്റെ പ്രീസെറ്റ് സേവ് ചെയ്യുകയാണ്. എന്താണ്, 1 സൈഡ് വുഡ് ആൻഡ് ലിനൻ. ഓക്കെ, അപ്ലൈ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതും റെഡി. ഇനോ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് സൈഡ് പാനൽ എടുത്തു. നമുക്ക് താഴത്തെ ബോട്ടം പാനൽ പാർട്ടീഷൻ 2 സൈഡ് ലിനൻ ഒട്ടിക്കാനാണ്. ഇപ്പോൾ ബോത്ത് സൈഡ് ലിനൻ. ശരിക്കും ഇതിനൊക്കെ ഈ ലാമിനേറ്റ് ഷീറ്റിനൊക്കെ ഒരു കോഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കോഡ് അറിയുമെങ്കിൽ നിങ്ങൾ കോഡ് പ്രകാരം നെയിം കൊടുത്താൽ അത്ര എളുപ്പം. കാരണം കട്ടിംഗ് ലിസ്റ്റിൽ നേരെ കോഡ് വരും. നിങ്ങൾ കട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഫാക്ടറിക്കായിരിക്കും എളുപ്പമായിരിക്കും. ഇതിന് ഞാനൊരു അംഗീകരിക്കട്ടെ. ഓക്കെ, അതിനെയും ഷീറ്റ് ഗുഡ്സ് ആക്കുന്നു. സെയിം പരിപാടി, 18 mm ആയതുകൊണ്ട് 18 മാത്രം കൊടുക്കുന്നു, ബാക്കിയെല്ലാം കളയാം. ഇവിടെയും 2400 കൊടുക്കുന്നു. 2400 mm x 1200 mm. അതിനെയും ഞാൻ സേവ് ചെയ്യുന്നു. ബോത്ത് സൈഡ് ലിനൻ. ഓക്കെ, അപ്ലൈ ക്രിയേറ്റ് ചെയ്യുക. ഇനി എന്താ വേണ്ടത്, നമുക്കൊരു ബാക്ക് പാനലും ഉണ്ട്. ഞാനതിന് മൾട്ടിവുഡ് 0.9 കൊടുക്കും, 0.9 കൊടുക്കാം. അതിനൊരു കളർ ഒരു പച്ചിരിക്കട്ടെ. ഓക്കെ, ഷീറ്റ് ഗുഡ്സ് സെയിം പരിപാടി, പക്ഷേ നമ്മൾ തിക്നെസ് മറക്കരുത്. 0.9 ആയി. അപ്പോൾ 9 mm കൊടുക്കുക, എൻ്റർ അടിക്കുക. ബാക്കി സൈസൊക്കെ സെയിം, 2400 mm x 1200 mm. ഓക്കെ, എൻ്റർ അടിക്കുക. അതിനെയും ഞാൻ റീസെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മൾട്ടിവുഡ് 0.9 കൊടുക്കുന്നു, അപ്ലൈ. ഓക്കെ, അത് നമ്മൾ മൾട്ടിവുഡ് ക്രിയേറ്റ് ചെയ്യുക. അതും റെഡി. ഇത് രണ്ടും പച്ച കളറാണ് കൊടുത്തത്. ഓക്കെ, കളർ മാറ്റിയേക്കാം. കളർ എടുത്തിട്ട് നമുക്കൊരു വയലറ്റ്. ഓക്കെ, അപ്ലൈ. അത് റെഡി. ഇപ്പം എന്തൊക്കെയായി, മൾട്ടിവുഡായി, 1.8 ഉണ്ട്, 1 സൈഡ് ലിനൻ ഉണ്ട്, പിന്നെ നമ്മളിവിടെ പോയി ബോത്ത് സൈഡ് ലിനൻ ഉണ്ട്. ഓക്കെ, അത്ര ഹാൻഡിലായല്ലോ. ഞാനത് മിനിമൈസ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് എഡ്ജ് ബാൻഡ് വേണം. എഡ്ജുകളൊട്ടിക്കുന്ന എഡ്ജ് ബാൻഡ് അതും വേണം. അപ്പം നമുക്ക് ന്യൂ മെറ്റീരിയൽ ഞാൻ പറയുന്നത് 0.1 mm എഡ്ജ് ബാൻഡ്. 0.1 എഡ്ജ് ബാൻഡിന് EB എന്നിടാം. അതിൻ്റെ കളറ് വായിച്ചിരിക്കട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അതിനെ എഡ്ജ് ബാൻഡിങ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. എഡ്ജ് ബാൻഡിങ് കണ്ടോ, അതിൻ്റെ തിക്നെസ് എത്രയാണ് കൊടുത്തത്, 1 mm. അത് കൊടുത്തു. ഇനി അതിൻ്റെ വിഡ്ത്ത്, അതായത് നമ്മുടെ എഡ്ജുകളുടെ വിഡ്ത്ത് എത്രയാണ്, 18 mm അല്ലേ. ഞാൻ 18 mm എന്ന് കൊടുക്കുന്നു. ഓക്കെ, ലെങ്ത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മക്കളെ. ഇത് കൊടുക്കാൻ മറക്കരുത്, റെഡ്യൂസ് ബൈ എഡ്ജ് ബാൻഡിങ് തിക്നെസ്. കാരണം ഇത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട പീസിനെ എഡ്ജ് ബാൻഡിൻ്റെ തിക്നെസ് കുറച്ച് കട്ട് ചെയ്യത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യം എടുത്ത് വെക്കാം. ഇവിടെ ഞാൻ കൊടുക്കുന്നു. ഇവിടെ കിടപ്പുണ്ട് 0.1 EB, അതൊക്കെ ഞാൻ കളയാം, പുതിയതായിട്ടുണ്ടാക്കാം.
നമുക്കിവിടെ ന്യൂ പ്രീസെറ്റ് 0.1 EB അറിയാൻ വേണ്ടി അപ്ലൈ അത് ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് നമുക്കൊരു 0.2ൻ്റെയും കൂടി എഡ്ജ് ബാൻഡ് ഉണ്ടാക്കാം. 0.2 EB നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം. ബ്ലാക്ക് അതും എഡ്ജ് ബാൻഡ് ആക്കുന്നു. 2 mm കുഴപ്പമില്ല. ഇത് വേണ്ട. ഇത് എന്താ വേണ്ടത്? 18 mm. ഓക്കെ, റെഡ്യൂസ് ചെയ്യുന്നത് കൊടുക്കുന്നു. പ്രീസെറ്റ് കൊടുക്കുന്നു. ന്യൂ പ്രീസെറ്റ് 0.2 EB. ഓക്കെ, അപ്ലൈ ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് റെഡി. മിനിമൈസ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഫുൾ അങ്ങനെ ഡ്രാഗ് സെലക്ട് ചെയ്യുക. ഇവിടെ എക്സ്റ്റൻഷനിൽ പോയി ഈ സാധനത്തിനകത്ത് ജനറേറ്റ് പാർട്ട് ലിസ്റ്റ് ഇതും കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ സംഭവങ്ങളെല്ലാം വന്നു. കണ്ടോ? ക്യാബിനറ്റ് സൈഡ് പാനൽ 1, സൈഡ് പാനൽ 2, ബോട്ടം പാനൽ, ടോപ്പ് പാനൽ, പാർട്ടീഷൻ, ബാക്ക് പാനൽ എല്ലാം വന്നല്ലോ. ഇനി നമ്മളിവിടെ ഈ പാർട്ടിന് ക്ലിക്ക് ചെയ്തിട്ട് മെറ്റീരിയലും കൊടുക്കുക. സൈഡ് പാനൽ എന്താ വേണ്ടത്? നമുക്ക് 1 സൈഡ് വുഡ് ആൻഡ് ലിനൻ കൊടുക്കുന്നു. ഇതിന് ഞാൻ അപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് വന്നല്ലോ. അത് വന്നു. ഇനി ഈ ബോട്ടം സൈഡ് പാനൽ 2 എന്താ വേണ്ടത്? 1 സൈഡ് വുഡ് ആൻഡ് ലിനൻ. ഓക്കെ, അപ്ലൈ. ബോട്ടം പാനൽ അത് നമുക്ക് എന്താ വേണ്ടത്? ബോത്ത് സൈഡ് ലിനൻ. ഓക്കെ, അപ്ലൈ. അതിന് ടോപ്പ് പാനൽ എന്താ വേണ്ടത്? മൾട്ടിവുഡ് 1.9 കൊടുക്കുന്നു. അപ്ലൈ. ഇനി എന്താ വേണ്ടത്? പാർട്ടീഷൻ എന്താ വേണ്ടത്? ബോത്ത് സൈഡ് ലിനൻ കൊടുക്കുന്നു. അപ്ലൈ. അതുപോലെ ക്യാബിനറ്റ് ബാക്ക് പാനൽ അതെന്താ വേണ്ടത്? അത് മറ്റേ 0.9 മൾട്ടിവുഡ്. ഓക്കെ, അപ്ലൈ. ഞാനിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വന്നു. ഇവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ മിനിമൈസ് ചെയ്താൽ കണ്ടോ? ഞാൻ ഓൾറെഡി കളർ വീണു. ഓട്ടോമാറ്റിക്കലി കളർഡായി. അതായത് ഈ റെഡ് എല്ലാം ഒരേ പീസിൽ നിന്ന് കട്ട് ചെയ്യണം, ബ്ലൂ എല്ലാം ഒരേ പീസിൽ നിന്ന് കട്ട് ചെയ്യണം, പച്ച വേറെ പീസ്, വയലറ്റ് വേറെ പീസ് ആണെന്നൊക്കെയുള്ള ഡിസ്റ്റിങ്ഷൻ സംഭവിച്ചു. മാക്സിമൈസ് ചെയ്യുക. പിന്നെ നമുക്ക് എഡ്ജ് ബാൻഡ് കൊടുക്കണം. ഞാൻ പറയാം, ബോട്ടം പാനലും പാർട്ടീഷനും അതുപോലെ തന്നെ അത് രണ്ടേ ഉള്ളൂ. അത് രണ്ടിനും 0.1 എഡ്ജ് ബാൻഡ് വേണം. ഞാനിവിടെ എഡിറ്റ് പാർട്ട് പ്രോപ്പർട്ടീസിൽ പോവുക. ഇവിടെ എഡ്ജസ് എന്ന ഓപ്ഷൻ ഉണ്ട്. എഡ്ജസിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ വിത്തൗട്ട് മെറ്റീരിയൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. 0.1 കൊടുക്കുന്നു. ഈ ചിഹ്നത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നേരെ എല്ലായിടത്തും എഡ്ജ് ബാൻഡ് ചെയ്യുന്നു. അപ്ലൈ. സെയിം പരിപാടി. അടുത്തതിനെയും പാർട്ടീഷൻ എടുക്കുന്നു. എഡ്ജിൽ പോകുന്നു. 0.1 കൊടുക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലൈ. മൾട്ടിവുഡിന് എഡ്ജ് ബാൻഡ് നമ്മൾ കൊടുക്കാറില്ല. മൾട്ടിവുഡ് നമുക്ക് വെറുതെ വിടാം. ഇത് 1 സൈഡ് വുഡ്. ഇത് നമുക്ക് 0.2 എഡ്ജ് ബാൻഡ് കൊടുക്കാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. നേരെ 0.2 കൊടുക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലൈ. അതേപോലെ തന്നെ അടുത്തതിന് ഞാനിവിടെ 0.2 കൊടുക്കുന്നു. 0.2 കൊടുക്കുക. 0.2 ഇടില്ല. 0.2 ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ. ഇപ്പം എന്ത് സംഭവിച്ചേ? നമ്മൾ എഡ്ജ് ബാൻഡ് കൊടുത്തതിനൊക്കെ ഇവിടെ കണ്ടോ? റഫ് ലെങ്ത്ത് 48, 44.8 അങ്ങനെ വന്നു. ഫിനിഷ്ഡ് ലെങ്ത്ത് വേറെ വന്നു. അതെന്താ കാര്യം? നമ്മൾ കട്ട് ചെയ്യുന്ന എഡ്ജ് ബാൻഡ് ഒട്ടിക്കുന്നതിന് മുന്നേ കട്ട് ചെയ്യേണ്ട പീസുകളുടെ സൈസ് ഇവിടെ ഉണ്ട്. 48 വേണം, 44.8 വേണം. കട്ട് ചെയ്ത് കഴിഞ്ഞ് എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഡയമെൻഷനിലേക്ക് വരണം. അങ്ങനെ 2 ഡയമെൻഷൻ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ എത്ര പീസ് ഉണ്ടെന്നുള്ളതൊക്കെ ഒന്നുണ്ട്. എൻ്റെ പേര് ഇതാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഇവിടെ വന്നു. ഓക്കെ, എഡ്ജ് ബാൻഡ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പടത്തിൽ എന്ത് സംഭവിച്ചു? കണ്ടോ? എഡ്ജ് ബാൻഡ് എന്തെങ്കിലും ഉണ്ട്. ഈ നീല പീസിനൊക്കെ വൈറ്റ് എഡ്ജ് ബാൻഡ് വന്നു. ഇവിടെ കണ്ട ബ്ലാക്ക് എഡ്ജ് ബാൻഡ് വന്നു. ഇതിനാണ് എഡ്ജ് ബാൻഡ് ഇല്ലാത്ത അതിന് ഒന്നുമില്ല. അത്രേ ഉള്ളൂ. നമുക്കറിയാൻ വേണ്ടി അതെല്ലാം തെളിഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് റെഡി ആയല്ലോ. കണ്ടോ? ഇവിടെ എഡ്ജ് ബാൻഡുകൾ ഏതൊക്കെയാണ് വേണ്ടത്, അതിനൊക്കെ എത്ര നീളത്തിൽ വേണമുള്ള എഡ്ജ് ബാൻഡുകൾ കട്ട് ചെയ്തെടുക്കണം എന്നൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് എന്താണ്? എക്സ്പോർട്ട് കൊടുക്കുക. നമുക്കിവിടെ CSV ഫയൽ, അത് എക്സൽ ഫയലിട്ട് കിട്ടും. നമുക്കതിനെ കാണണമെങ്കിൽ ഇവിടെ ഓവർവ്യൂവിൽ കൊടുക്കുക. നമുക്ക് എക്സൽ ഫയലിൽ എന്തൊക്കെ ഡാറ്റയാണുള്ളതെന്ന് ഇവിടെ കാണിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൽ URL, ബാഡ്ജ് ഡിസ്ക്രിപ്ഷൻ, ഇൻസ്റ്റൻസ് നെയിം, മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും നമുക്കില്ല. നമുക്ക് അപ്പോൾ എക്സലിൽ വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇത് ക്ലോസ് ചെയ്യുക. എക്സ്പോർട്ട് കൊടുത്ത് കസ്റ്റമൈസേഷനിൽ പോയിട്ട് കണ്ട് ഇവിടെ നമുക്ക് എന്തൊക്കെ കോളം വേണമെന്ന് കൊടുക്കാം. ഞങ്ങൾക്ക് ഏരിയ വേണ്ട, ടൈപ്പ് വേണ്ട, മെറ്റീരിയൽ വേണം, ഡിസ്ക്രിപ്ഷൻ വേണ്ട, URL വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇങ്ങനെയുള്ളതെല്ലാം അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അല്ല, ഈ ഒരു കണ്ണിൻ്റെ സിമ്പിൾ കൊടുക്കുക. ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്, ടാഗ്സ് ഒന്നും വേണ്ട. ഓക്കെ, ഇത് എത്ര മതി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, അത് മാത്രം കറക്റ്റ് സാധനങ്ങൾ ക്യാഷ് കിട്ടി. ഇവിടെ നമുക്കൊരു കോഡൊക്കെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കിത് എക്സലിലേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് കൊടുക്കാം. അത് നല്ലത്. ക്വാണ്ടിറ്റി ഉണ്ട്, ലെങ്ത്ത്, റോ ലെങ്ത് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള കിട്ടുന്നതുണ്ട്. എന്തൊക്കെ മെറ്റീരിയൽ ഉള്ളതാണ് വേണ്ടതെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. എഡ്ജ് ബാൻഡുകളുടെ ലെങ്ത്തും ഉണ്ട്. ഓക്കെ, എല്ലാം റെഡി. നേരെ എക്സ്പോർട്ട് ചെയ്ത് എക്സൽ ഷീറ്റ് നമുക്ക് കിട്ടും. ക്ലോസ് ചെയ്യാം. അതല്ല, ഓരോ പീസിന് എങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് കട്ടിങ് ലേഔട്ട് അറിയണമെങ്കിൽ നേരെ ഇതാണ്. ഇവിടെ കട്ടിങ് ഡയഗ്രാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. അവർ ചോദിക്കും ഈ ഏത് സ്റ്റോക്ക് ഷീറ്റിൽ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ കൊണ്ടുപോകും ബോത്ത് സൈഡിൽ എന്നുള്ളത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവിടെ വരും.
ഇവിടെ കോൺഫിഗറേഷനൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ബ്ലേഡിന് എത്ര തിക്നെസ് ഉണ്ടാവും, ട്രിമ്മി ചെയ്യണോ, ഒപ്റ്റിമൈസേഷൻ ലെവൽ മീഡിയം, അഡ്വാൻസ്ഡ് വേണം. അഡ്വാൻസ്ഡ് എപ്പോഴും കൊടുക്കുക. ഇത് ഓൾ പോസിബിലിറ്റീസ് കൊടുത്ത് ലാസ്റ്റ് വേൾഡ് കട്ട് ചെയ്തോട്ടെ എന്നുള്ളത്. പിന്നെ അത് നമുക്ക് വരാൻ പോകുന്ന ആ കട്ടിങ് ഡയഗ്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പാർട്ടിൻ്റെ പേര് എഴുതി വെക്കണോ, ഒരു വേ പോലുള്ള പാർട്ടുകൾ ഗ്രൂപ്പ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ വേണം. ഡിസ്പ്ലേ ഹെഡ്ജ് ബാൻഡ് കാണിക്കണോ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇതിങ്ങനെ തന്നെ വയ്ക്കുവാണ്. ഇതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ജനറേറ്റ് ചെയ്യുക. നമുക്ക് കാണാം കേട്ടോ, 240x120 ഒരു വലിയ ഷീറ്റിനകത്തുനിന്ന് ഈ 2 പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ തിരിച്ച് വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് വേസ്റ്റേജ് കുറഞ്ഞ് കിട്ടും. അതായത് ഇത്രയും വലിയൊരു പീസ്, നല്ലൊരു പീസ് നമുക്ക് ബാക്കി കിട്ടും. വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ അവർ കാണിച്ചു തന്നു. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓവർ, അതായത് വേസ്റ്റേജ് ആയിട്ട് വരുന്ന പീസുകളുടെ സൈസ് എത്രയാണെന്നൊക്കെ ഇവിടെ കാണാം. ഏരിയ കാണാം, എത്ര പാർട്ട് കട്ട് ചെയ്യുന്നു എന്നൊക്കെ കാണാം. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് ഇവിടെ ക്വാണ്ടിറ്റി 1 എന്നുള്ളത്, അതായത് എത്ര സ്റ്റോക്ക് ഷീറ്റ് ഉപയോഗിച്ചു ഈ പീസ് കട്ട് ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് നമുക്കിവിടെ കാണാം. അത് വളരെ ഉപകാരം. കാരണം നമുക്ക് ഫാക്ടറിയിൽ നിന്ന് പ്ലൈവുഡ് എടുക്കുമ്പോൾ നമുക്കറിയേണ്ടത് എത്ര സ്റ്റോക്ക് ഷീറ്റ്, എത്ര പ്ലൈവുഡ് എടുക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ അത് ഈ കട്ടിങ് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടും ഈ ഒരു സാധനം. അതായത് ഈ ബോത്ത് സൈഡ് ലിനൻ എന്ന് പറഞ്ഞുള്ള പാനലുകൾ അടിക്കാനായിട്ട് എത്ര ഷീറ്റ് എടുക്കണമെന്ന് ഇവിടെ നിന്ന് കിട്ടി. അത് ക്ലോസ് ചെയ്യാം. പിന്നെയുള്ളത് ഇവിടെ ഡ്രോ എന്ന് പറയുന്ന സംഭവം. ഡ്രോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ വരും. അപ്പോൾ ഇതിവിടെ കളറ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ക്യാബിനറ്റിൻ്റെ ഒരു പടം നമുക്ക് കാണിച്ചു തരും. അതിന് വേണ്ടിയാണ് ഇത് ഓപ്ഷൻ. അത് നമുക്ക് PDF ആയിട്ട് പ്രിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് കളർ വേണോ, കളറില്ലാണ്ട് കാണണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ വിത്തൗട്ട് കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. നമ്മുടെ ഈ സാധനം കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിനറ്റ് ഇവിടെ കാണാം കേട്ടോ. ഇതിന് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. എക്സ്പ്ലോർഡ് വ്യൂ വേണോ, ഫുൾ ഇത് വേണോ, അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ നേരത്ത് പീസുകളെല്ലാം ഫിക്സ് ചെയ്യാനെങ്കിൽ ഇത് ഈ എക്സ്പ്ലോർഡ് വ്യൂ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. അപ്പോൾ അതല്ല, ഞാൻ ഡ്രോയിൽ നേരത്തെ ഞാൻ വിത്ത് കളർ കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് കൊടുത്താൽ കണ്ടോ പല പല പീസ്. അതായത് ഇപ്പോൾ ഈ ഓറഞ്ച് കണ്ട മനസ്സിലായി 2 ഒരേ മെറ്റീരിയൽ ആവണം, ബ്ലൂ ഒരേ മെറ്റീരിയൽ ആവണം എന്നൊക്കെ ഉള്ളത് കാണാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക്കായിട്ട് ഇതിൽ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു സിമ്പിൾ ക്യാബിനറ്റ് നമ്മൾ ഒന്ന് ഡീറ്റെയിൽഡായിട്ടൊന്ന് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇതിലും നമുക്ക് എന്താ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യാബിനറ്റാണ് ചെയ്തത്, എനിക്ക് വേണമെങ്കിൽ 2 കൂടി എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ജനറേറ്റ് പാർട്ട് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ സാധനങ്ങൾ കൂടി കുറേ വന്നിട്ടുണ്ടോ, അതാണ് വ്യത്യാസം. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ അതിന് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മറ്റേ വെളുത്തിരിക്കുന്നതിൻ്റെ പീസുകളാണ്. അപ്പോൾ അതിനൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ സൈഡ് പാനലുകൾ, 1 സൈഡ് വുഡ് അപ്ലൈ, ഇങ്ങനെ ഓരോന്നിൻ്റെ അടുത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും കാണാം 1 സൈഡ് വുഡ് അപ്ലൈ. ഇതെന്താ വേണ്ടത്, ബോട്ടം പാനൽ ബോത്ത് സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഇതേതാ ഒറിജിനൽ പാർട്ടീഷൻ, അതും ബോത്ത് സൈഡിൽ ഞാൻ കൊടുക്കുന്നു. അതുപോലെ ടോപ്പ് പാനൽ എന്താ മൾട്ടി വുഡ് ആണ് പോയിൻറ്റിൻ്റെ, അതും കൊടുക്കുന്നു. പിന്നെ ഒരു ബാക്ക് പാനൽ ഉണ്ടാവും, ആ ബാക്ക് പാനൽ അതിനും മൾട്ടി വുഡ് പോയിൻ്റായി കൊടുക്കുന്നു. എല്ലാം വന്നല്ലോ. ഇനി എഡ്ജ് ബാൻഡുകൾ കൊടുക്കണമെങ്കിൽ എഡ്ജ് ബാൻഡുകൾ കൊടുക്കാം. നമുക്ക് ഇവിടെ എഡ്ജ് ബാൻഡ് ഓൾറെഡി വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് മുമ്പ് എടുത്തതുകൊണ്ട് അതെല്ലാം വന്നു. ഇതിനിവിടെ എഡ്ജ് ബാൻഡ് എല്ലാം വന്നിട്ടുണ്ട്. എഡ്ജ് ബാൻഡ് കൊടുക്കാനായിട്ട് അവൾക്ക് ഒന്ന് കൊടുത്തേക്കാം. 0.1 ഇതിന് 0.2 വേണമായിരുന്നു. നമുക്ക് ഒന്നും കൂടി 0.2. ഇവിടെയും 0.2 അപ്ലൈ. ഇതിന് വേണ്ട, ഇവിടെ ഇതിനൊക്കെ 0.1 അപ്ലൈ, അതിനും 0.1 അപ്ലൈ. കണ്ടോ ഇപ്പോൾ കുറച്ചും കൂടി വലിയൊരു സാധനമായി കിട്ടി. അതാണ് ഇപ്പോൾ ഞാനൊരു ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ കുറച്ച് കൂടുതൽ വലിയ കാണാം. അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഒരു വീടിൻ്റെ വാർഡ്രോബുകൾ മൊത്തമൊക്കെ എടുക്കണമെങ്കിൽ, അതായത് ഫുൾ ഫർണിച്ചേഴ്സൊക്കെ നമ്മൾ ഇതുപോലെ 3D മോഡൽ ചെയ്ത് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അങ്ങനെ ഡ്രാഗ് സെലക്ട് ചെയ്യുക, ഇവിടെ ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് എല്ലാത്തിനും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് നമുക്ക് സുഖം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ പ്ലൈവുഡ് കട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളതിന് വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഘട്ടമായിട്ട് എടുക്കണതിന് പകരം ഒറ്റയടിക്ക് ഇതെല്ലാം കട്ട് ചെയ്യാൻ ഫാക്ടറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വേസ്റ്റേജ് കുറച്ച് കിട്ടും. കാരണം കണ്ടോ ഈ 2 പീസ് ശരിക്കും ഒറ്റ സ്റ്റോക്ക് ഷീറ്റിൽ നിന്നാണ് കട്ടാവുന്നത്.
അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ വലിയൊരു സ്റ്റോക്ക് ഷീറ്റിൽ നിന്ന് 4 പീസ് ഒറ്റടി കട്ട് ചെയ്യും. അപ്പോൾ വേസ്റ്റേജ് കുറവാണ്. അതായത് നമ്മൾ ആ പീസിന് എന്തായാലും ആ ഒരു വലിയ ഷീറ്റ് എന്തായാലും കാശ് കൊടുക്കണം. എന്നിട്ട് അതിന് 2 കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുക്കാൻ ഇത് അർത്ഥമില്ല. ഒറ്റയടിക്ക് എല്ലാം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റേജ് ഞാൻ കുറയ്ക്കും. അതിന് വേണ്ടിയാണ്. നല്ല വില എന്താ പറയുക, ഈ എസ്റ്റിമേറ്റിംഗ് കാർഡിലൊക്കെ ഭയങ്കര വ്യത്യാസം വരും അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഏറ്റവും എന്താ പറയുക, ബേസിക്കായിട്ട് ഒരു ക്യാബിനറ്റ് നമ്മൾ ചെയ്തെടുത്താണ് ഇപ്പോൾ കണ്ടത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ബൈ.